വയനാട് മൂടക്കൊല്ലിയിൽ ഇറങ്ങിയ കടുവ ഫാമിൽ നിന്ന് പന്നിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കേരള ഇൻഡിപെൻഡന്റ് ഫാമേഴ്സ് അസോസിയേഷൻ സ്ഥാപിച്ച ക്യാമറയിലാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞത്. വയനാട് വൈൽഡ് ലൈഫിലെ 39 നമ്പർ കടുവയാണ് ഇതെന്നാണ് സ്ഥിരീകരണം. 3 തവണയാണ് ഈ ഫാമിൽ കടുവ എത്തിയത്. മേഖലയിൽ 2 കൂടുകൾ കടുവയെ പിടികൂടാൻ സ്ഥാപിച്ചിട്ടുണ്ട്. സുജിത്ത് അയ്യപ്പത്ത് നൽകും വയനാട് നിന്നും കൂടുതൽ വിവരങ്ങൾ. സുജിത്ത്, വിശദാംശങ്ങൾ. പ്രജിൻ, കഴിഞ്ഞ ദിവസം ഈ കടുവ എത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം കൂടിയാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇന്നലെ കടുവ ഫാമിൽ നിന്ന് പുറത്തേക്ക് ചാടുന്ന ഒരു ദൃശ്യം പുറത്ത് വന്നിരുന്നു. പന്നിയുമായി പുറത്തേക്ക് ചാടുന്ന ആ ദൃശ്യത്തിന് തുടർച്ചയായുള്ള ഒരു ചിത്രമാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഈ 3 തവണയാണ് ശ്രീനേഷിന്റെയും ശ്രീജിത്തിന്റെയും മൂടക്കൊല്ലിയിലെ ഫാമിൽ ഈ കടുവ തന്നെ എത്തിയത്. വനം വകുപ്പ് ക്യാമറ ട്രാപ്പ് സ്ഥാപിച്ചിരുന്നു. കഴിഞ്ഞ 6-ാം തീയതിയാണ് ഏറ്റവും ആദ്യം കടുവ എത്തുകയും 21 പന്നിക്കുഞ്ഞുങ്ങളെയാണ് അന്ന് പിടികൂടിയത്. ഇതിനുശേഷം തൊട്ടടുത്തുള്ള ദിവസങ്ങളിൽ, അതായത് കഴിഞ്ഞ 3 ദിവസം മുമ്പ് കടുവ എത്തി. അന്ന് 6 പന്നികളെ കൊന്നു. അതിനുശേഷം മെനിഞ്ഞാന്ന് പുലർച്ചെയും കടുവ എത്തി. 2 മണിക്ക് ശേഷമാണ് എത്തിയതെന്നാണ് പറയുന്നത്. ഇതിനുശേഷം ഒരു പന്നിയെയാണ് പിടികൂടിയിരിക്കുന്നത്. രക്തപ്പാടുകൾ ഉൾപ്പെടെ തളം കെട്ടി നിൽക്കുന്ന നിലയിലായിരുന്നു ആ മേഖലയിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല, കടുവയുടെ കാൽപ്പാടുകളും കണ്ടെത്തിയിരുന്നു. വനം വകുപ്പ് വെച്ച ക്യാമറ ട്രാപ്പിൽ കടുവ കുടുങ്ങിയതാണ്. ഇതനുസരിച്ച് വയനാട് വൈൽഡ് ലൈഫിലെ 39 നമ്പർ കടുവയാണ് ഇത് എന്നുള്ള സ്ഥിരീകരണം വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതേ തുടർന്ന് 2 കൂടുകളാണ് നിലവിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ മേഖലയിൽ മാത്രമല്ല, മൂടക്കൊല്ലിയിൽ മാത്രമല്ല, കൊളകപ്പാറ, ചൂരിമല എന്ന് പറയുന്ന പ്രദേശത്ത് കഴിഞ്ഞ ദിവസം ഒരു പോത്തിനെ കടുവ പിടികൂടിയിരുന്നു. ഇവിടെയും കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്ന വിധത്തിലാണ് ഈ കടുവകളുടെ സാന്നിധ്യം മേഖലയിലെല്ലാം ഉള്ളത്. വനം വകുപ്പ് ഇടപെടൽ നടത്തുന്നുണ്ട്. അവിടെ ഒരു കർഷക സംഘടന സ്ഥാപിച്ച ഒരു CCTV ദൃശ്യമാണ് ഇപ്പോൾ, ആ ക്യാമറയിൽ കുടുങ്ങിയ ദൃശ്യമാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. എന്തായാലും കടുവ സാന്നിധ്യം വലിയ രീതിയിലുള്ള പ്രതിസന്ധി വയനാട്ടിൽ പലയിടത്തും ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇത്തരം കാഴ്ചകൾ വഴി വ്യക്തമാവുന്നത്. പ്രജിത്ത്. ശരി, സുജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.